അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ഹോട്ടൽ രുചിയിലുള്ളൊരു സാമ്പാറാണ്. ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പൊടികൾ തയ്യാറാക്കാം. അപ്പോൾ 3 ടീസ്പൂണ് ഉഴുന്നിട്ടെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എരിവിന് ആവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ചിരകിയത് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കരിയാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പൊടിച്ചെടുത്ത ഈ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് അധികമായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവിച്ച് വെച്ച പരിപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നമുക്ക് തക്കാളിയും ഉള്ളിയും വഴറ്റുമ്പോൾ അങ്ങനെ ഇട്ടെടുത്താലും മതി. ഞാൻ ഇങ്ങനെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീയൊന്ന് ഓഫ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ മൂടി വെക്കാം. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക. കുറച്ച് ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ ഹോട്ടൽ രുചിയിലുള്ള അടിപൊളി സാമ്പാർ റെഡി ആക്കണേ. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ.